സ്ഥലം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. രാത്രി 1:10 സിംഗപ്പൂർ എയർലൈൻസിൽ കയറി നമ്മുടെ പുതിയ രാജ്യത്തേക്കുള്ള യാത്രയിലാണ്. അതെ, ഫിലിപ്പീൻസ്. 12 മണിക്കൂർ നീണ്ട യാത്രയുണ്ടോ. കൊച്ചിയിൽ നിന്ന് 4.5 മണിക്കൂർ പറന്ന് നമ്മൾ ആദ്യം സിംഗപ്പൂരിലേക്ക് എത്തും. അവിടെ ഒരു 3.5 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. വേറൊരു വിമാനം മാറി കയറണം. സിംഗപ്പൂരിൽ നിന്ന് ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനിലയിലേക്ക് 3.5 മണിക്കൂർ വീണ്ടും പറക്കണം. അങ്ങനെയാണ് നമ്മുടെ യാത്ര വരുന്നത് കേട്ടോ. ഇപ്പോൾ ഈ താഴെ കാണുന്ന പ്രദേശം ഇന്തോനേഷ്യയുടെ സുമാത്ര എന്ന ഭാഗമൊക്കെയാണ്. നമ്മളിവിടെ യാത്ര ചെയ്തിട്ടുണ്ട്. സുമാത്രയിലെ പതങ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ യാത്ര ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ്. അങ്ങനെ സിംഗപ്പൂർ സമയം 8:30 നമ്മൾ സിംഗപ്പൂരിലെ ചാങ്ങി എയർപോർട്ടിൽ നമ്മുടെ വിമാനം ലാൻഡ് ചെയ്യുകയാണ് കേട്ടോ. താഴെ കൂടി റോഡ് പോകുന്നുണ്ടോ. റോഡിൻ്റെ മുകളിലാണ് റൺവേ ഉള്ളത് കേട്ടോ. നമ്മുടെ ഡൽഹിയിലും ഇതേപോലെ തന്നെ ഒരു സംഭവമുണ്ട്. താഴത്തു കൂടി റോഡ്, മുകളിൽ റൺവേ. അതെന്തായാലും നല്ലൊരു കാഴ്ചയാണ്. ഈ ചാങ്ങി എയർപോർട്ട് വളരെ പ്രശസ്തമായിട്ടുള്ള എയർപോർട്ടാണ്. എയർപോർട്ടിൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അത് നമുക്ക് തൽക്കാലം ഇപ്പോൾ കാണാൻ പറ്റില്ല. അതിന് വിസ വേണം. നമ്മൾ ട്രാൻസിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാങ്ങി എയർപോർട്ടിലെ ടെർമിനൽ 2ലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവരുടെ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ ബോർഡുകൾ കണ്ട, അതിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെ പല ഭാഷകളുണ്ട്. അതിനകത്ത് നമ്മുടെ തമിഴും ഉണ്ട്. ഇത് കണ്ട, ചൈനീസ്, ഇംഗ്ലീഷ്, പിന്നെ നമ്മുടെ തമിഴ്, പിന്നെ എനിക്ക് ജാപ്പനീസ് ആണെന്ന് തോന്നുന്നു. വേറൊരു ഭാഷയും കൂടി കാണാം. അങ്ങനെ നമ്മൾ ഫിലിപ്പീൻസിലേക്കുള്ള വിമാനം കയറാൻ വേണ്ടി പോവാണ്. സിംഗപ്പൂർ സമയം ഉച്ചക്ക് 12 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ നമ്മുടെ വിമാനം സിംഗപ്പൂരിൻ്റെ ചാങ്ങി എയർപോർട്ട് ടെർമിനൽ 2ൽ നിന്ന് പറന്ന് ഉയരുകയാണ്. ഇവിടെ 4 ടെർമിനലുണ്ട് കേട്ടോ. അതായത് ടെർമിനൽ 1, 2, 3, 4. അപ്പോൾ 4 വ്യത്യസ്ത കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോഴും അതുപോലെ നമ്മൾ സിംഗപ്പൂർ, മലേഷ്യ പോകുന്ന ലക്ഷറി ക്രൂയിസ് യാത്രയ്ക്ക് വേണ്ടിയിട്ടും സിംഗപ്പൂർ നമ്മൾ എത്തിയിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ എയർപോർട്ടിലെ വെള്ളച്ചാട്ടങ്ങളും കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ ഭാഗത്ത് കുറേ ഷിപ്പുകൾ കടലിൽ നിരത്തിയിട്ടിരിക്കുന്നത് കേട്ടോ. എല്ലാം പാർക്ക് ചെയ്തിരിക്കുകയാണെന്നാണ് തോന്നണേ കേട്ടോ. ഈ സിംഗപ്പൂരിൻ്റെ വരുമാനത്തിൻ്റെ പ്രധാന ഭാഗം ഈ ഷിപ്പിൽ നിന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടുകളൊന്നാണ് ഈ ഒരു സിംഗപ്പൂർ പോർട്ട് എന്ന് പറയുന്നത്. സിംഗപ്പൂരിൻ്റെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് ഈ ഷിപ്പ് ഗതാഗതമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്തോനേഷ്യയുടെ ഭൂപ്രദേശങ്ങളാണ് കേട്ടോ. പല പല ദ്വീപുകളൊക്കെ കാണാം. ഈ സൗത്ത് ചൈന കടലിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മണിക്കൂറുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞ് താഴോട്ട് നോക്കുമ്പോണ്ടല്ലോ ഫിലിപ്പീൻസിൻ്റെ ഭൂപ്രദേശങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതൊരു ദ്വീപാണ് കാണുന്നത്. ഇതേപോലത്തെ വലുതും ചെറുതുമായിട്ടുള്ള 7641 ദ്വീപുകൾ ചേർന്ന രാജ്യമാണ് ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്. ഏതാണ്ട് 3 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണത്തിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. ഫിലിപ്പീൻസിൻ്റെ വിസയുടെ ഡീറ്റെയിൽസ് പറയാം. നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് ഫിലിപ്പീൻസിലോട്ട് വരണമെങ്കിൽ വിസ മുൻകൂർ എടുക്കണം. അതായത് നമ്മൾ ഷെങ്കൻ വിസയ്ക്കോ അല്ലെങ്കിൽ ജപ്പാൻ വിസയ്ക്കോ അമേരിക്കൻ വിസയ്ക്കൊക്കെ അപേക്ഷിക്കുന്ന പോലെ നമ്മുടെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അപേക്ഷിച്ച് നമ്മളുടെ പാസ്പോർട്ടിൽ സ്റ്റിക്കർ ഒട്ടിച്ച് തരുന്ന ഒരു വിസയാണ് നോർമലി ഫിലിപ്പീൻസ് വിസ. പക്ഷേ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനുണ്ട്. നിങ്ങളുടെ കയ്യിൽ അമേരിക്കൻ വിസയോ ജപ്പാൻ വിസ, അത് ഷെങ്കൻ വിസ, പിന്നെ സിംഗപ്പൂർ വിസ, ഓസ്ട്രേലിയ വിസ ഇതൊക്കെ ഉണ്ടെങ്കിൽ, വാലിഡ് ആയിട്ടുള്ള വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗപ്പൂരിലേക്ക് ഓൺ അറൈവൽ വിസ കിട്ടും 14 ദിവസത്തേക്ക്. അതെന്തായാലും നല്ലൊരു ഓപ്ഷനല്ലേ. അപ്പോൾ ഞാൻ ആക്ച്വലി വന്നിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. എൻ്റെ കയ്യിൽ US വിസ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിസ ഓൺ അറൈവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി അപേക്ഷിച്ച് വിസ എടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ നോർമലായിട്ട് നമുക്ക് വരണമെങ്കിൽ വിസ അപേക്ഷിച്ചിട്ട് അത് വിസ കിട്ടി എന്നിട്ട് വേണം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫിലിപ്പീൻസ് വരണമെങ്കിൽ ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നത് സിംഗപ്പൂരിൻ്റെ വിസ എടുക്കുന്നതായിരിക്കും. കാരണം സിംഗപ്പൂരിൻ്റെ വിസ മറ്റ് വിസകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ സിംഗപ്പൂർ വിസ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സിംഗപ്പൂർ ഇറങ്ങി ഒരു ദിവസമൊക്കെ അവിടെ വിസിറ്റ് ചെയ്ത് നേരെ പോയി ഫിലിപ്പീൻസും കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും. നമുക്ക് വിസ ഓൺ അറൈവൽ കിട്ടും. പിന്നെ ഇപ്പോൾ ഓസ്ട്രേലിയ വിസ അല്ലെങ്കിൽ US വിസ ഷെങ്കനെ കിട്ടണമെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണല്ലോ ആ വിസ കിട്ടാനായിട്ട്. കുറച്ചും കൂടി എളുപ്പം സിംഗപ്പൂർ വിസയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് വിസയുടെ കാര്യങ്ങൾ. ഫിലിപ്പീൻസ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു ദ്വീപ് സമൂഹ രാജ്യമാണ് കേട്ടോ. ഒഫീഷ്യലി റിപ്പബ്ലിക് ഓഫ് ഫിലിപ്പീൻസ് എന്നാണ് അറിയപ്പെടുന്നത്. 7641 ദ്വീപുകൾ അടങ്ങിയതാണ് ഈ ഒരു രാജ്യം. ഫിലിപ്പീൻസ് വടക്ക് നിന്ന് തെക്ക് വരെ 3 പ്രധാന ഭൂമിശാസ്ത്ര വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ലുസോൺ, വിസിയാസ്, മിൻഡാനാവോ എന്നിങ്ങനെയാണ്. ലോകത്തിലെ 12ാമത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഫിലിപ്പീൻസ്. 11 കോടിയിലധികം
ജനസംഖ്യയുള്ള സ്ഥലമാണ് ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഫിലിപ്പിനോ എന്നാണ് കേട്ടോ പറയുന്നത്. അത് ഈ ടാഗ്ലോഗ് എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഇവിടുത്തെ ആളുകളെയും പൊതുവെ വിളിക്കുന്നത് ഫിലിപ്പിനോ എന്നാണ്. ഫിലിപ്പിനോകൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഇവിടെ ഇംഗ്ലീഷും ഉണ്ട്. വൈവിധ്യമാർന്ന ഒരു സംസ്കാരവും സമ്പന്നമായ പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള ഒരു സുന്ദരമായ രാജ്യമാണ് ഫിലിപ്പീൻസ്. ഫിലിപ്പീൻസിന്റെ അതിർത്തി എന്ന് പറഞ്ഞാല് മറ്റ് രാജ്യങ്ങളുമായിട്ട് ലാൻഡ് ബോർഡർ ഇല്ല, സമുദ്ര അതിർത്തി മാത്രമേ ഉള്ളൂ. ഫിലിപ്പീൻസിന്റെ ഈ സമുദ്ര അതിർത്തി എന്ന് പറഞ്ഞാല് വടക്ക് ഭാഗത്ത് തായ്വാനും, പടിഞ്ഞാറ് ഭാഗത്ത് ദക്ഷിണ ചൈന കടലും, കിഴക്ക് ഭാഗത്ത് ഫിലിപ്പൈൻ കടലും, തെക്ക് ഭാഗത്ത് സെലിബീസ് കടലും, പിന്നെ ഇന്തോനേഷ്യയാണ്. ഫിലിപ്പീൻസിന് ആ ഒരു പേര് ലഭിക്കാനുള്ള കാരണം 16-ാം നൂറ്റാണ്ടില് ഇവിടെ സ്പാനിഷ് കോളനി ആയിട്ട് മാറിയപ്പോൾ അന്നത്തെ സ്പെയിനിന്റെ രാജാവായിരുന്ന ഫിലിപ്പ് രണ്ടാമന്റെ പേരിൽ നിന്നാണ് ഈ ഒരു രാജ്യത്തിന് ഫിലിപ്പീൻസ് എന്ന പേര് വന്നത്. നമ്മുടെ വിമാനം ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത് ഫിലിപ്പീൻസിലെ മനിലയിലേക്കാണ്. ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമാണ് മനില. ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് കേട്ടോ മനില. മനില സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ ദ്വീപായ ലുസോണിലാണ്. 1.5 കോടിയിലധികം ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് കേട്ടോ മനില. ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക, വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയാണ് ഈ ഒരു മനില എന്ന് പറയുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്ത ബാധിത മേഖലയും കൂടിയാണ്. അത് ലോകത്തിലെ വെച്ച് 2ാമത്തെ നഗരമാണ് മനില എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ഒരു മനില എന്ന് പറയുന്നത്. നമ്മുടെ വിമാനം ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത് മനിലയിലെ പ്രധാനപ്പെട്ട എയർപോർട്ടിലേക്കാണ്. നിനോ അക്വിനോ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഈ ഒരു എയർപോർട്ടിന്റെ പേര്, അല്ലെങ്കിൽ മനില അന്താരാഷ്ട്ര വിമാനത്താവളം എന്നും പറയും കേട്ടോ. 1948 ഈ വിമാനത്താവളം പ്രവർത്തനം തുടങ്ങിയത്. ഫിലിപ്പീൻസിന്റെ ആഭ്യന്തര അന്തർദേശീയ വിമാന സർവീസുകളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ ഒരു എയർപോർട്ട്. ഇവിടെ 3 ടെർമിനലുകളുണ്ട്. ടെർമിനൽ 1 അത് മനില ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. ടെർമിനൽ 2 ഫിലിപ്പൈൻ എയർലൈൻസിന് വേണ്ടിയിട്ടുള്ള ടെർമിനലാണ്. ടെർമിനൽ 3 ഫിലിപ്പൈൻ എയർലൈൻസ് അല്ലാത്ത മറ്റ് അന്താരാഷ്ട്ര വിമാനങ്ങൾക്കുള്ള ടെർമിനലാണ്. അങ്ങനെ നമ്മുടെ വിമാനം ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനിലയിലെ നിനോ അക്വിനോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. നമ്മുടെ പുതിയ രാജ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഫിലിപ്പീൻസ്. അങ്ങനെ ഫിലിപ്പീൻസ് സമയം വൈകുന്നേരം 3:30 കൂടി നമ്മൾ ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമായ മനിലയിലേക്ക് ലാൻഡ് ചെയ്തു. ഈ ഫ്ലൈറ്റ് വന്നപ്പോൾ കുറേ സമയം ഇങ്ങനെ ചുറ്റി കറങ്ങിയൊക്കെയാണ് വന്നത്. അങ്ങനെ അവസാനം ലാൻഡ് ചെയ്തു. ഇനി നേരെ ഇമിഗ്രേഷനിലോട്ട് പോകണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ നടക്കുമ്പോൾ ഇമിഗ്രേഷൻ്റെ ഭാഗം എത്തുന്നതിന് അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ 3 ലേഡീസ് നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസുകാരാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരോ ആരോ ആണ്. യൂണിഫോമാണ്. എന്നെ മാത്രം പെട്ടെന്ന് വിളിച്ചിട്ട് പാസ്പോർട്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ പാസ്പോർട്ട് കൊടുത്തു. എത്ര ദിവസം ഇവിടെ നിൽക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു ഇത്ര ദിവസം ഇവിടെ നിൽക്കുന്നുണ്ട്, ഇന്ന സ്ഥലങ്ങൾ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് കുശലാന്വേഷണം പോലെ ഇന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലേ, ഇന്ന സ്ഥലത്ത് ഇന്നതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഫിലിപ്പീൻസിൽ നിന്ന് തിരിച്ചു പോകണതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കാണിക്കാൻ പറഞ്ഞു. ഞാനിത് ഓൾറെഡി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ എൻ്റെ മൊബൈലുണ്ട്. ഞാൻ ജസ്റ്റ് പ്രിൻ്റ് അങ്ങ് കാണിച്ചു കൊടുത്തു. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇന്ന ഡേറ്റിൽ ഞാൻ ബ്രൂണയിലോട്ടാണ് പോകുന്നത്, അവിടെ നിന്ന് പിന്നെ നാട്ടിലോട്ട് പോകുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ട്രാവൽ പ്ലാൻ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ വിസയുടെ കാര്യം ചോദിച്ചു. വിസ ഞാൻ പറഞ്ഞു എനിക്ക് US വിസ ഉണ്ട്, അപ്പോൾ ഞാൻ വിസ ഓണറിൽ എടുക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ വെറുതെ ചോദിച്ചു. ഞാൻ എൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു. ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ടൂറിസ്റ്റാണ്, ഞാൻ ട്രാവൽ വ്ളോഗറാണെങ്കിൽ യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ എന്താണ് പേരെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ബേസിക് കാര്യങ്ങളൊക്കെ മാത്രമേ ചോദിച്ചുള്ളൂ. ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിട്ടു. പിന്നെ നമ്മൾ ഇമിഗ്രേഷനിലോട്ട് പോകുന്നു. ഇമിഗ്രേഷനിലോട്ട് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചാൽ അവിടെ ഫിലിപ്പീൻസ് ആയിട്ടുള്ള സിറ്റിസൺ ഉണ്ടല്ലോ, ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ഗേറ്റ് ഉണ്ട്. ഞാൻ കൊച്ചിയിൽ നിന്ന് വന്നപ്പോൾ ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് വന്നത്. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലും ഗേറ്റ് ഉണ്ട്. ഞാൻ അതൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഗേറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കട്ടെ, അടിപൊളിയാണ്. ഫാസ്ട്രാക്ക് പ്രോഗ്രാമൊക്കെ ഓൺലൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കാമെന്നുള്ള സിമ്പിളാണ്. അത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ കുറേ സീലടിച്ച് സ്ഥലം പോകത്തില്ല. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുക. നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഫിലിപ്പീൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഗേറ്റാണ്. പക്ഷേ നമ്മൾ ഫോറിനർ ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ മാനുവലായിട്ട് കൗണ്ടറിൽ പോകണം. ഞാൻ ജസ്റ്റ് കൗണ്ടറിൽ പോയി പാസ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്ക് US വിസ ഉണ്ട്, അപ്പോൾ ഞാൻ ഓൺ അറൈവൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഓക്കെ 14 days എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യെസ് 14 days കിട്ടത്തുള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല. പിന്നെ ഫോട്ടോ എടുത്തു. ജസ്റ്റ് ഒരു സീല് നമ്മുടെ പാസ്പോർട്ടിൽ അടിച്ചു. ഫിലിപ്പീൻസ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന സീലുണ്ട്. അത്രേ ഉള്ളൂ, ഒരു ത്രികോണ ഷേപ്പിലുള്ളത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പിന്നെ ബാഗ് എടുക്കാൻ പോയി. ബാഗ് എടുക്കാൻ കുറേ നേരം അവിടെ കുത്തി നിൽക്കേണ്ടി വന്നിട്ടോ. ഏതാണ്ട് അരമണിക്കൂറെങ്കിലും നിന്ന് കാണും. അത്രയും സമയം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാഗ് കിട്ടിയത്. അപ്പോൾ ബാഗ് എടുത്തു. അത് കഴിയുമ്പോൾ ഒരു കസ്റ്റംസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അവിടെ നമ്മുടെ ബാഗ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ ചെന്നിട്ട് ബാഗ് ഇങ്ങനെ സ്കാൻ ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് വെച്ചാൽ ആൾ പറഞ്ഞു വെക്കണ്ട പോക്കുമെന്ന് പറഞ്ഞു.
എന്താണെന്ന് അറിയത്തില്ല. ഞാനങ്ങനെ അതെടുത്ത് അങ്ങനെ നടക്കുമ്പോൾ തന്നെ വേറൊരാൾ പിന്നെയും പിടിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞ് QR കോഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് എടുത്ത് കാണിച്ചു. ആ ബോർഡിനകത്ത് ഒരു QR കോഡിൻ്റെ പടവും സംഭവമൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരുന്നതിന് മുമ്പ് വിസ ഓൺ അറൈവൽ ആണെങ്കിലും അല്ലെങ്കിലും ഇവിടെ ഒരു അറൈവൽ കാർഡുണ്ട്, അത് ഫില്ല് ചെയ്യണം. അത് ഓൺലൈൻ ഫില്ല് ചെയ്യണം. അറൈവൽ കാർഡ് എന്നാണ് ഞാൻ പറയുന്നത്. അത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ തായ്ലാൻഡ് പോകുമ്പോഴുണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു മലേഷ്യ പോകുമ്പോൾ ഉണ്ടെന്ന് തോന്നണം. ഇപ്പോൾ സിംഗപ്പൂർ പോയിട്ടുള്ളവർക്ക് എന്തായാലും അറിയാം. കാരണം സിംഗപ്പൂർ പോകുന്നതിന് മുമ്പ് നമ്മൾ ഓൺലൈൻ അറൈവൽ കാർഡ് ഫില്ല് ചെയ്യണം. വേറെ ഒന്നുമില്ല, അത് നമ്മൾ ഓൺലൈൻ ചെയ്താൽ മതി. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, ഫ്ലൈറ്റ് നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഒരു QR കോഡ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ആ സാധനം അവിടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ മൊബൈലിൽ അതുണ്ട്. അപ്പോൾ ഞാൻ അത് സ്കാൻ ചെയ്തു, ഓക്കെ പൊക്കോളാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇമിഗ്രേഷനും എല്ലാം സ്മൂത്തായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എനിക്കിനി അടുത്ത് കറൻസി മാറ്റണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത റേറ്റാണ്. അതായത് എനിക്ക് മറ്റേപ്പോൾ വലിയ റേറ്റ് ഡിഫറൻസ് ഫീൽ ചെയ്തില്ല. സാധാരണ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര നഷ്ടം വരാറുണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെ തോന്നിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് കറൻസി മാറ്റി. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യണതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ സിമ്മിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സിം എടുത്തു. ഇവിടെ 2 സിമ്മുണ്ട്. ഒന്ന് ഗ്ലോബ് എന്ന് പറയുന്ന സിമ്മുണ്ട്. അതിൽ വേറെ സിമ്മുകളുണ്ട്. മെയിനായിട്ട് 2 സിമ്മുകളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത്. ഒന്ന് ഗ്ലോബ്, 2 സ്മാർട്ട് എന്ന് പറയുന്ന ഒരു സിമ്മ്. അപ്പോൾ ഞാനെടുത്തത് സ്മാർട്ടാണ്. ഞാൻ നോക്കുമ്പോൾ റേറ്റ് കുറച്ച് കുറവും അത് തന്നെയാണ്. 73 GB കിട്ടും, 5G കിട്ടും, പിന്നെ 1100 പെസോ. അപ്പോൾ മറ്റേതൊക്കെ നോക്കുമ്പോൾ 1500 അതിൻ്റെ മുകളിലൊക്കെയാണ് റേറ്റ് കാണിക്കുന്നത്, ഗ്ലോബൊക്കെ. അപ്പോൾ ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് എൻ്റെ എയർടെൽ സിമ്മ് റീചാർജ് ചെയ്തിട്ടുണ്ട്. അതിവിടെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോൾ റോമിങ്, ഇൻ്റർനാഷണൽ റോമിങ് റീചാർജ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സിമ്മായിട്ട് അത് കൺവേർട്ട് ആവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഞാൻ 1100 രൂപയ്ക്ക് റീചാർജ് ചെയ്തപ്പോൾ എയർടെൽ സിമ്മിൽ 3 GB ഡാറ്റയും കോൾ വിളിക്കാൻ 200 മിനിറ്റും പിന്നെ SMS 30 അങ്ങനത്തെ ഒരു പാക്കേജ് കിട്ടും. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത റേറ്റും നമുക്ക് ഇൻ്റർനാഷണൽ യൂസ് ചെയ്യാം, കോൾ ചെയ്യാം ഒക്കെ ചെയ്യാം. അത് 10 ദിവസത്തേക്കുള്ള, നമുക്ക് 30 ദിവസത്തേക്ക് വേറെ എടുക്കണമെങ്കിൽ 3000 രൂപയ്ക്ക് വരും. അപ്പോൾ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സിമ്മ് കൺവേർട്ട് ആയപ്പോൾ അത് ഗ്ലോബാണ് വന്നേക്കണം. ഞാനപ്പോൾ സ്മാർട്ട് എന്ന് പറയുന്ന ആ സിമ്മ് അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് എടുത്തു. അപ്പോൾ അതിന് 1100 റേറ്റായി. നമ്മുടെ ഇന്ത്യൻ മണി ഏതാണ്ട് 1700 രൂപ വരും. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് എടുത്തു. ആ സിമ്മൊക്കെ എടുത്ത് അതിട്ടു. എന്നിട്ട് ഞാൻ എയർപോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ കുറേ ബസ്സുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പല ഭാഗത്തോട്ട് പോകാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ബസ്സിൽ പോകാം. പക്ഷേ ഞാൻ ബസ് എടുക്കുന്നില്ല. കാരണം ഞാൻ ഭയങ്കര ടയർഡായിരുന്നു കേട്ടോ ഈ ഒരു യാത്രയിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്നത്. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ രാത്രി ഉറങ്ങാത്തതിൻ്റെ പ്രശ്നമുണ്ട്. എനിക്ക് ഭയങ്കര തലവേന. ഞാനിപ്പോൾ തലയിറങ്ങി വീഴോ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കണേ. ഈ പറഞ്ഞ കഥകൾ മൊത്തം ഇങ്ങനെ പറയാനുള്ള റീസൺ ഇതാണ്. ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലാണ് മനിലയിൽ. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ബാക്കി കഥകൾ പറയുന്നത്. കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. കൈ പൊക്കി ക്യാമറ എടുക്കാൻ പറ്റുന്നില്ല, തലവേന എടുക്കണം, വല്ലാത്ത അവസ്ഥ. ഭക്ഷണമൊന്നും പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബസ്സിലൊന്നും പോകണില്ല, ഞാൻ ടാക്സി എടുത്ത് പെട്ടെന്ന് ഹോസ്റ്റലിലോട്ട് പോകാം, കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എയർപോർട്ടിൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരാൾ എന്നെ വന്ന് കോൺടാക്ട് ചെയ്തു, ടാക്സി വേണോ എന്നൊക്കെ ചോദിച്ചു. അയാൾ ഹോസ്റ്റലിൻ്റെ ലൊക്കേഷൻ കാണിച്ചു കൊടുത്തപ്പോൾ 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ് 850 പെസോ ആവും എന്നൊക്കെ പറഞ്ഞു, 8 കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 1200 1300 ആ റേറ്റൊക്കെ വരും. അപ്പോൾ ഞാൻ വെറുതെ ഗ്രാബ് എടുത്ത് നോക്കി. അപ്പോൾ അതിനകത്ത് നോക്കി 250 300 ആ റേഞ്ചിൽ കിടക്കണം. ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട കുഴപ്പമില്ലാതെ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഗ്രാബ് നമുക്ക് ആ സ്പോട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്ന ഭാഗത്തുനിന്ന് കിട്ടില്ല. പാർക്കിംഗ് ഏരിയയിലോട്ട് നടക്കണം, കുറച്ചുള്ളൂ. അവിടെ ഒരു പില്ലർ നമ്പർ 14 ഉണ്ട്, നമ്പർ നോക്കിയാൽ മതി, പില്ലർ ബേ 14. അപ്പോൾ ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലോട്ട് ഉള്ളിലോട്ട് എൻട്രി ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് പാർക്കിംഗ് ഏരിയയിലോട്ട് പോകാം. അപ്പോൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് ആരോ മാർക്ക് വെച്ചിട്ടുണ്ട്, ഗ്രാബ് പിക്കപ്പ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ചെല്ലുമ്പോൾ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഗ്രാബ് ബുക്ക് ചെയ്യാം. അപ്പോൾ വണ്ടി അവിടെ വരും, നമുക്ക് അവിടെ നിന്ന് തന്നെ കയറിയിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ ഒരു ഗ്രാബ് ബുക്ക് ചെയ്തു. എൻ്റെ സ്ഥലത്തേക്ക് കാണിച്ചത് 350 പെസോ ആണ്. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. വണ്ടി വന്നു. പുള്ളി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന പില്ലർ നമ്പറിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ആ പില്ലർ കുറേ ഉള്ളതുകൊണ്ട്, നമ്പർ ഉള്ളതുകൊണ്ട് ആ പില്ലർ നമ്പർ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എളുപ്പമായി. പിന്നെ വണ്ടി നമ്പർ നമുക്ക് കാണാമല്ലോ, വരുമ്പോൾ കാണാം. അപ്പോൾ വണ്ടി കയറി നമ്മൾ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന അതേ പരിപാടി തന്നെ. ഗ്രാബൊക്കെ വിളിച്ച്, നമ്മുടെ നാട്ടിൽ യൂബർ ഉണ്ടല്ലോ, അതുപോലെ തന്നെ സെയിം സംഭവം. ഗ്രാബ് ടാക്സി വിളിക്കാൻ ഗ്രാബ്, ഇൻഡ്രൈവ്, മൂവിറ്റ് അതൊക്കെ ഉണ്ട്. അതുപോലെ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് വരുന്ന വഴിയിൽ മനിലയുടെ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. അപ്പോൾ വരുന്ന വഴിയിൽ ഒരു ടൈപ്പ് വണ്ടി കണ്ടു. അത് ഇതിനെ പറയുന്നത് ജീപ്പിനി എന്നാണ്. ജീപ്പിനി ഒരു ജീപ്പിൻ്റെ തന്നെ കുറച്ച് എക്സ്റ്റെൻഡഡ് വെർഷനാണെന്ന് തോന്നുന്നു. ഒരു സിൽവർ കളർ വണ്ടി കണ്ട. ഇതാണ് ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറയും. നമ്മുടെ ലോക്കൽ ബസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബസ് സംവിധാനമാണ്, ഷെയർ ടാക്സി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു വണ്ടിയാണിത്.
എന്തായാലും കാണാൻ ഭയങ്കര രസമുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഈ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാം. പിന്നെ ഇവിടെ ട്രൈ സൈക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു വണ്ടിയുണ്ട്, 3 ചക്രമുള്ള ബൈക്ക്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന വണ്ടീനെ ജീപ്പിനി എന്നാണ് പറയുന്നത് ഇവർ. ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വണ്ടികളൊക്കെ യാത്ര ചെയ്യാം, വളരെ രസമായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ തായ്ലൻഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ പട്ടായയിലൊക്കെ ഉണ്ടല്ലോ ഒരു ഷെയർ ടാക്സി പോലെ, അതിനെന്താ പറയുക, ടുക്ക് എന്നല്ല, വേറൊരു ജീപ്പ് പുറകിലിരുന്ന് യാത്ര ചെയ്യുന്നത്, അതേപോലെ തന്നെ ഒരു വണ്ടിയാണ് ഈ സംഭവം. എന്തായാലും കൊള്ളാം. അപ്പോൾ ഈ മനിലയിലെ കാഴ്ചകളും ഒക്കെ കാണാനായിട്ട് നമുക്ക് ഇറങ്ങാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇവിടെ എല്ലാ സ്ഥലത്തും ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് സേഫ്റ്റി പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മൊബൈലൊക്കെ തട്ടിപ്പറിച്ചിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് വേണം നമുക്ക് കാര്യങ്ങൾ നടക്കാനായിട്ട്. അപ്പോൾ മാഡ് മങ്കി എന്ന് പറയുന്ന ഒരു ഹോസ്റ്റലാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. ഇവിടെ വേറെ ഗുണമുണ്ട്, ഇവിടെ ഒരു ഫ്രീ വോക്കിൻ ടൂറൊക്കെ ഉണ്ട് എല്ലാ ദിവസവും 4 മണിക്ക്. അത് നല്ല പരിപാടിയാണ്. എന്തായാലും നമ്മൾ അതിന് പോകണില്ല, നമുക്ക് വേറെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് സ്കൈ ബാറാണ്. സ്കൈ ബാർ എന്നാണ് പറയുന്നത്. ബാറും പിന്നെ പാട്ടും ബേളൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ കുറേ ഫെസിലിറ്റീസ് സംഭവമൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇത് റെസ്റ്റോറൻറ്റും കൂടിയാണ്. പിന്നെ ഞാൻ നിൽക്കുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് മക്കാത്തായി എന്നാണ് പറയും. മനിലയുടെ അടുത്ത് തന്നെയുള്ള മക്കാത്തായി. അതെന്ന് പറഞ്ഞാൽ ഈ മനിലയുടെ പോഷായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്, മക്കത്തായി എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഹോസ്റ്റലുണ്ട്. ഇത് മാത്രമല്ല 500 രൂപയ്ക്ക് നിങ്ങൾക്ക് താമസിക്കാം. ഇവിടെ എനിക്ക് അതായത് 700 രൂപയാണ്. ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ മറ്റു സ്ഥലങ്ങളിലോട്ട് പോകും. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ ഇന്നലെ ഒട്ടും വയ്യാത്തതുകൊണ്ട് നേരെ വന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ഇവിടുത്തെ ഒരു ആളുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞ് പുറത്തോട്ട് പോകുമ്പോൾ ലേഡി ബോയ്സ് ഉണ്ട്, സൂക്ഷിക്കണം. അവർ ചിലപ്പോൾ ഉപദ്രവിക്കാനും നമ്മുടെ കയ്യിലെ ഫോണൊക്കെ തട്ടിപ്പറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു കുറച്ച് പ്രശ്നം ഈ മനിലയിലുണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കണം നല്ലതാണ്. പുള്ളി പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പണിയാവും, ഇത്രയും പ്രശ്നമുണ്ടാ. പക്ഷേ ഞാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് നടന്നില്ല, കുറച്ച് നടന്നപ്പോൾ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. എന്നിട്ട് തിരിച്ച് വന്ന് നേരെ കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണം. ഇപ്പോഴാണ് ഒന്ന് റിലാക്സ് ആയി ഒന്ന് മൈൻഡൊക്കെ വന്നത്. ഇന്നലെ ഒട്ടും വയ്യായിരുന്നു. ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും എല്ലാ യാത്രകളും ഇവിടെ ലാൻഡ് ചെയ്യുന്ന ദിവസം ഒന്ന് ഫുള്ള് റെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ കുറേ യാത്രകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്, മിക്കവാറും നമ്മുടെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ രാത്രി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ എയർപോർട്ടുകളിൽ നിന്ന് 11 മണിക്കും വെളുപ്പിന് 1 മണിക്കും 2 മണിക്കൊക്കെ ഫ്ലൈറ്റ് ചെയ്യും. നമ്മുടെ ഉറക്കം മൊത്തം പോകും. നമ്മൾ പൈസ ലാഭിക്കാനായിട്ട് നമ്മൾ ചെല്ലുന്ന അന്ന് തന്നെ ഞാൻ പോകാറുണ്ട് ഓരോ സ്ഥലങ്ങളിലോട്ട്. അത്രയും പെട്ടെന്ന് കവർ ചെയ്ത് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അത് ഭയങ്കര അബദ്ധമാണ്. കാരണം ഒരു മൈൻഡോട്ട് ആയി പോകും, ഭയങ്കര റീലി ഇല്ലാണ്ട് അവസ്ഥ, ഒരു സുഖമില്ല. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് അങ്ങനത്തെ ഒരു പണിയും കൂടി വന്നതുകൊണ്ട് എന്തായാലും ഞാൻ തീരുമാനിച്ചു ഒരു ദിവസം ഇവിടെ കിടന്ന് ഉറങ്ങി റിലാക്സ് ചെയ്ത് പയ്യെ ഒന്ന് വെറുതെ പുറത്തൊക്കെ ഇറങ്ങി ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ ഒന്ന് നോക്കി കടകളൊക്കെ നോക്കി ഒരു ദിവസം വെറുതെ നിൽക്കുക. പിറ്റേ ദിവസമായിട്ട് നമ്മുടെ പണി വീഡിയോ എടുക്കലും പരിപാടിയൊക്കെ തുടങ്ങാം. അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ മൊത്തം ഒന്ന് റെസ്റ്റ് ചെയ്യാണ്. നാളെ രാവിലെ തൊട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോയും സംഭവങ്ങളും ഒക്കെ എടുത്ത് തുടങ്ങുള്ളൂ. ഓരോ സ്ഥലങ്ങളിലോട്ട് പോകാം. നമ്മൾ ഈ മനില നിൽക്കുന്ന അതേ ഇത് കുറേ ഐലൻഡ് ഉണ്ട്. എല്ലാ സ്ഥലത്തും നമ്മളിപ്പോൾ പോകുന്നില്ല. സെബു എന്നൊക്കെ പറഞ്ഞ ഏരിയ ഉണ്ട്. പിന്നെ കുറേ സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഇപ്പോൾ പോകണില്ല. ഈ യാത്രയിൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കണം മനിലയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഒരു ബസ് വിളിച്ച് നേരെ ബുസ്കലൻ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, സഗാഡ ഏരിയ. ഇതേ സെയിം ഐലൻഡിൽ തന്നെ. അപ്പോൾ അവിടുത്തെ കുറേ വില്ലേജുകളും കാഴ്ചകളും ഒക്കെ കാണാം. ഇതാണ് ഇവരുടെ കറൻസി, 1000. ഈ 1000 ആണ് ഇവരുടെ ഏറ്റവും വലിയ നോട്ട് കേട്ടോ. കണ്ട 1000ൻ്റെ നോട്ടിൽ കുറേ ആളുകളുടെ പിക്ചറൊക്കെ ഉണ്ട്. ഇത് ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. പേര് ചെയ്തിട്ടുണ്ട് ജോസ് അബാദ് സാന്തോസ് എന്നൊക്കെ പറയുന്ന ഒരാൾ. ഇവരുടെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിരിക്കണം. അപ്പോൾ ഇതാണ് 1000ൻ്റെ നോട്ട്. ഇവിടെ കറൻസി നോട്ടിന് പെസോ എന്നാണ് പറയുന്നത്, ഫിലിപ്പൈൻ പെസോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ റിപ്പബ്ലിക്ക എൻജി ഫിലിപ്പിനാസ് എന്നാണ് ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിലെ പടം കണ്ടതേ, ഇതെന്താ എഴുതിയിരിക്കുന്നത്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊരു നാച്ചുറൽ പാർക്കാണ്, സലിബോങ് പിസോ സൗത്ത് സീ പിയേൽ. ഇതിൻ്റെ പുറകിൽ ഫിലിപ്പീൻസിൻ്റെ മാപ്പാണ് കാണിച്ചേക്കണേ. കണ്ട ഇത് കൊള്ളാട്ടോ, നല്ല കുറേ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. ബെഞ്ചമിൻ എ ഡിയോക്നോ ബാങ്ക് സെൻറ്റർ, ഇത് ഇവരുടെ ഭാഷയാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാണ് പക്ഷേ മനസ്സിലാവണില്ല. സെൻറ്റനിലിൽ ഓഫ് ഫിലിപ്പീൻ ഇൻഡിപെൻഡൻസ് 1998 എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് 1000ൻ്റെ നോട്ട്. കൊള്ളാമല്ലേ? ഇത് എത്ര രൂപയാണ് ഇന്ത്യൻ മണി എന്നറിയാമോ? ഇത് 1000ൻ്റെ ഫിലിപ്പീൻ പെസോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മണി 1500 രൂപ വരും. ഇവിടുത്തെ റേറ്റിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പെസോ എന്ന് പറയുന്നത് ഇന്ത്യൻ മണി 1.5 ഇപ്പോൾ തായ്ലൻഡിലാണെങ്കിൽ 2 മനസ്സിലായി? അതേപോലെ തന്നെ, അതായത് ഒരു പെസോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 1.5 രൂപ. അപ്പോൾ 1000 എന്ന് പറയുമ്പോൾ 1500 ഇന്ത്യൻ മണി വരുന്നത്.
ഇത് 1000-ൻ്റെ നോട്ട്. പിന്നെ ഒരു മഞ്ഞ കളർ നോട്ടുണ്ട്, ഇതാണ് 500 നോട്ട്. ഇത് ഭയങ്കര രസമില്ല കാണാനായിട്ട്, നല്ല രസമുള്ള നോട്ടാണ്. ഇവരുടെ എല്ലാ നോട്ടും ഒരേ സൈസാണ്, പല കളറാണെങ്കിലും ഒരേ സൈസാണ് കണ്ടോ. അപ്പോൾ ഇതിനകത്തും നേരത്തെ പോലെ റിപ്പബ്ലിക്കാന്നല്ലേ എഴുതിയിരിക്കുന്നത്, റിപ്പബ്ലിക്കാന്നാണോ, NG ഫിലിപ്പിനാസ് അങ്ങനെയുണ്ട് എഴുതിയിരിക്കുന്നത്. സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. റിപ്പബ്ലിക്കാന്നല്ല, ഇവരുടെ ലാംഗ്വേജ് ആണെന്ന് തോന്നണം. അപ്പോൾ ഇതിനകത്ത് രണ്ടുപേരുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിലിപ്പീൻസിൻ്റെ ഒരു ചിഹ്നമുണ്ട്, ഇത് ബാങ്കിൻ്റെ ചിഹ്നമെന്ന് തോന്നുന്നു. യെസ്, അങ്ങനത്തെ ബാങ്ക് എന്ന് വെച്ചാൽ ഇവിടുത്തെ സെൻട്രൽ ബാങ്കില്ലേ, നമ്മുടെ റിസർവ് ബാങ്ക് പോലത്തെ അതിൻ്റെ ചിഹ്നമാണെന്ന് തോന്നുന്നു. ഒരു പരുന്ത് ഇങ്ങനെ പറക്കുന്ന പടമൊക്കെ ഉണ്ട് കണ്ടോ, നീല അതിൻ്റെ ഒരു എംബ്ലം. അപ്പോൾ 1000-ൻ്റെ നോട്ട് നമ്മൾ കണ്ടു. ഇത് 500-ൻ്റെ നോട്ടാണ്, മഞ്ഞ കളറ്. ഇതിൻ്റെ പുറയിലെ പിക്ചർ കണ്ടോ. യെസ്, ഇത് ഇന്ത്യൻ മണി എത്ര വരുമെന്ന് അറിയാമോ? ഒരു 750 രൂപ കേട്ടോ. ഇവിടുത്തെ 500 എന്ന് പറയുമ്പോൾ ഒരു 750 രൂപ ഇന്ത്യൻ മണി വരും. ഇതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നത് പുറേട്ടോ പ്രിൻസസ അങ്ങനെ എന്തൊക്കെ എഴുതിയിരിക്കുന്നത്. ബ്ലൂ നേപ്പിഡ് പാരറ്റ്, അതിൻ്റെ പടമാണ് ഇവിടെ കൊടുത്തേക്കണം. ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പക്ഷിയാവാനാണ് സാധ്യത. ഇതിൻ്റെ പുറകിലും ഫിലിപ്പീൻസിൻ്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. കുറേ ദ്വീപുകളാണല്ലോ ഇവരുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ മാപ്പാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇതാണ് 500-ൻ്റെ ഇവിടുത്തെ പെസോ, 500-ൻ്റെ നോട്ട്. ഇനി താഴെ വരുന്നതാണ് 100. യെസ്, ഇത് കണ്ട, ഇതാണ് 100. 100 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി നമ്മുടെ 150 രൂപ വരും. 1.5 കൂട്ടിയാൽ മതി, 150 രൂപ ഇന്ത്യൻ മണി. ഇത് 100-ൻ്റെ കണ്ട, ഇതാണ് 100-ൻ്റെ നോട്ട്. ഇതിൻ്റെ പുറകിൽ കൊടുത്തേക്കുന്നത് മയോൺ വോൾക്കാനോ, ഇവിടെ കുറേ അഗ്നിപർവ്വതം ഉണ്ട് കേട്ടോ, അതിൻ്റെ പടമാണ് ഇതിൻ്റെ പുറകിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് കാണിച്ചതിൻ്റെ പിക്ചറൊക്കെ ആരുടെയെന്ന് എനിക്കറിയത്തില്ല, കുറേ ആൾക്കാരുടെ ഉണ്ട്. നമ്മളുടെ ഇപ്പോൾ ഏത് നോട്ട് എടുത്താലും നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പിക്ചറാണ്. പക്ഷേ ഇവരുടെ എന്ന് പറഞ്ഞാൽ ഓരോ നോട്ടിലും ഓരോരോ ആൾക്കാരാണ്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളുടെയൊക്കെ 100-ൻ്റെ നോട്ടിലൊക്കെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെയൊക്കെ ഒരു പടം കൂടി വെക്കണമായിരുന്നല്ലേ, അങ്ങനെയൊക്കെ നല്ലതായിരുന്നു. 50-ൻ്റെ നോട്ടിൽ അംബേദ്കറിൻ്റെ പടം വേണം, അങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ നല്ലതായിരുന്നു. യെസ്, അപ്പോൾ ഇതാണ് വയലറ്റ് കളറാണ് 100-ൻ്റെ നോട്ട്. എനിക്കൊരു നോട്ടിൻ്റെ കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. നമ്മുടെ ഇപ്പോൾ നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് 50-ൻ്റെ നോട്ടാണ് കണ്ടോ. 50 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി ഏതാണ്ട് ഒരു 75 രൂപ വരെ. യെസ്, ഇത് കണ്ട, 75 രൂപ ഇന്ത്യൻ മണി വരെ ഇവരുടെ 50-ൻ്റെ നോട്ടെന്ന് പറഞ്ഞാൽ. ഇവരുടെ ഏറ്റവും ചെറിയ നോട്ട് 50 പിന്നെ 20-ൻ്റെയൊക്കെ ഉണ്ട്, പക്ഷേ അത് ഭയങ്കര റയറായിട്ടൊക്കെ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ കണ്ടില്ല, നോക്കാം ഇനി വഴി കിട്ടുമെന്ന് അറിയത്തില്ല. പിന്നെ ഇത് കൂടാണ്ട് 200-ൻ്റെ നോട്ടുണ്ട്. 20-ഉം 200-ഉം ഭയങ്കര റയറായിട്ട് കിട്ടത്തുള്ളൂ. ബാക്കി 50, 100, 500, 1000 ഇതാണ് കോമൺലി യൂസ് ചെയ്യുന്ന നോട്ടുകൾ. പിന്നെ ഉള്ളത് കോയിൻസാണ്. ഞാൻ അതും കൂടി കാണിച്ചു തരാം. കോയിൻസ് എന്ന് പറയുമ്പോൾ അതേ നമ്മുടെ ഇന്ത്യൻ രൂപ 1.5 കോയിൻ ഇല്ല, 1.5 വരും. ഇത് 1-ൻ്റെ കോയിനാണ്. ഇതിൻ്റെ പുറകിൽ ഇങ്ങനത്തെ ഒരു പടമൊക്കെയാണ് കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് ഫിലിപ്പീൻ പെസോൻ്റെ 1 പെസോ. ഇത് 5 പെസോ ഉണ്ടാ, 5 പെസോ. ഇതിൻ്റെ പുറകിൽ കാണിച്ചിരിക്കണ ബാങ്കോ സെൻട്രലിങ്, അത് മനസ്സിലാവണില്ല ഇവിടെ, ഫിലിപ്പിനാസ്. എനിക്കൊന്ന് ഇവരുടെ നമ്മുടെ റിസർവ് ബാങ്ക് പോലത്തെ സംഭവമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പുറകിലെ കോയിൻ്റെ പടം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 5-ൻ്റെ കേട്ടോ, 5 പെസോ, 2009-ലെ കോയിനാണത്. പിന്നെയുള്ളത് 10-ൻ്റെ കോയിനാണ്, ഇതാണ് കണ്ടോ, 10 പെസോ. ഇതിൻ്റെ പുറകിലും ഏതാണ്ട് ഫിലിപ്പീൻസിൻ്റെയൊക്കെ ഒരു ചിഹ്നമെന്ന് തോന്നുന്നു കണ്ടോ, ഇങ്ങനത്തെ ഒരു ചിഹ്നമാണ്. പിന്നെ ഉള്ളത് 20-ൻ്റെ നല്ല രസമുണ്ട് നോക്കി, ഇതാണ് 20-ൻ്റെ പെസോ. ഇതിൻ്റെ പുറകിൽ ഇങ്ങനത്തെ ഒരു പടമൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഗോൾഡൻ കളറും അതുപോലെ നടുക്ക് സിൽവർ കളറായിട്ടാണ് കൊടുത്തേക്കണം. എന്തായാലും നല്ല രസമുണ്ട് കോയിനുകൾ. ഇത് കൂടാണ്ട് 2-ൻ്റെയും വേറെ ഏതോ കോയിനൊക്കെ ഉണ്ട്, ഭയങ്കര റയറായിട്ട് ഉപയോഗിക്കുന്ന കോയിനുകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇടയ്ക്ക് 75-ൻ്റെ നോട്ട്, പിന്നെ 1000-ൻ്റെ കോയിന് ഇങ്ങനെയൊക്കെ ഇറക്കില്ല, ഭയങ്കര റയർ സാധനം. അതുപോലെ ഇവിടെ ഉണ്ട്, അതൊക്കെ വല്ലപ്പോഴും കിട്ടത്തുള്ളൂ. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് കറൻസിയുടെ കാഴ്ചകൾ. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റല്. ഇത് റിസപ്ഷൻ ഏരിയ. ഇവിടെ റെസ്റ്റോറൻറ്റ് താഴെയുണ്ട്, മുകളിലുണ്ട്. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമുണ്ട് ഇവിടെയൊക്കെ. ഇവിടെ ഈ മൂവിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ബൈക്ക് ടാക്സി വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വന്ന ഒരു വണ്ടിയാണ് ഫുഡ് പാണ്ട എന്ന് പറയുന്നത്. കണ്ട, ഫുഡ് ഓൺലൈനിൽ നമുക്ക് മേടിക്കാം. ഞാൻ വിളിച്ച വണ്ടി വന്ന്. ഹലോ, അതല്ല, ഓക്കെ. അപ്പോൾ ഓൺലൈൻ ഫുഡ് വേണ്ടെങ്കിൽ ഫുഡ് പാണ്ട എന്ന് പറയുന്നൊരു ആപ്പുണ്ട്, അതിൽ ഫുഡ് ഓർഡർ ചെയ്യാം. മൂവിറ്റ് ബൈക്കിന്, ഗ്രാബ് ടാക്സി, പിന്നെ ഇൻഡ്രൈവ് വേറൊരു ടാക്സി. അപ്പോൾ ഞാൻ മൂവിറ്റ് എന്ന് പറയുന്ന ഒരു ബൈക്ക് ടാക്സി ആപ്പുണ്ട്, അപ്പോൾ അതിൽ നിന്ന് വണ്ടി വിളിച്ചു. ഇപ്പോൾ
ഇപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചീസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോസ്റ്റലുണ്ടേ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 2.5 കിലോമീറ്റർ മാറിയിട്ടാണ്. അവിടെ നിന്ന് എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് ഈ വാക്കിംഗ് ടൂറ് ഉണ്ട്. അപ്പോൾ ഞാനത് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിപ്പോൾ ഈ സിറ്റിയുടെ ഭാഗത്തുനിന്ന് മൊബൈൽ ഇങ്ങനെ പൊക്കി പിടിച്ചാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കണം. മൊബൈലൊക്കെ കയ്യിൽ നിന്ന് പോകുന്നറിയത്തില്ല. കാരണം അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഒരു അനുഭവം ഉണ്ടല്ലോ. അർജൻറ്റീനയിൽ വെച്ചിട്ട് നമ്മളുടെ ഫോൺ ഒരു തവണ തട്ടിപ്പറിച്ചിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കേട്ടതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചാണ് നമ്മൾ ഫോണും ഇതൊക്കെ പിടിച്ച് നടക്കണേ കേട്ടോ. ഇത് കണ്ട, ഇതാണ് ആ ഒരു ഹോസ്റ്റൽ കേട്ടോ, ചീസ് ഹോസ്റ്റൽ. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണം. ഇവിടെ ബാറും റെസ്റ്റോറൻറ്റ് എല്ലാ സെറ്റപ്പും ഉണ്ട്. ഔട്ട്സൈഡ് ആൽക്കഹോൾ അലൗഡല്ലാന്ന് എഴുതിയിരിക്കുന്നു. ഇതാണ് റിസപ്ഷൻ. ഈ ഹോസ്റ്റലിലോട്ട് കയറി വന്നപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ, അതായത് ഈ ഫിലിപ്പീൻസിൽ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് തിങ്സ് ഡു ഇൻ മനില കണ്ടോ, കുറേ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇത് കണ്ട, ഇവിടെ റൂട്ട് മാപ്പൊക്കെ കണ്ട, പല ഐലൻഡിലോട്ടും പോകുന്ന മാപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് ടൂർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ സൗകര്യങ്ങളുണ്ട്. ഇതാണ് ഫിലിപ്പീൻസിൻ്റെ മാപ്പ്. ഇത് കണ്ട, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ മനില. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ദിവസം ഈ ഭാഗത്തോട്ട് പോകും. കണ്ട, ഇതാണ് സഗാഡ ബുസ്കല എന്നൊക്കെ പറഞ്ഞ ഏരിയ ഇവിടെയാണ്. നമ്മൾ ഈ ഒരു ഐലൻഡ് മാത്രമാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ കുറേ ഐലൻഡുകളുണ്ട്. 7600-ലധികം ഐലൻഡുകളുള്ള സ്ഥലമല്ലേ. ഇത് കണ്ട, സെബു എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പ് ഡെസ്റ്റിനേഷനാണ്. പിന്നെ ദവാവോ ഒക്കെ നല്ല സ്ഥലമാണ്. പക്ഷേ സേഫ്റ്റി പ്രശ്നം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ ഈ ഭാഗത്തൊക്കെ നല്ല പച്ചക്കളർ കടലൊക്കെ ഇല്ല, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ഈ പോർഷൻ മാത്രമാണ് കവർ ചെയ്യുന്നത്. അടുത്ത വരവിൽ ഇതൊക്കെ കവർ ചെയ്യാം. കാരണം വലിയ രാജ്യമാണ്, ഇതിപ്പോൾ തീരില്ല. അതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങൾ നമ്മളിപ്പോൾ കാണുന്നു, ബാക്കി അടുത്ത ട്രിപ്പിൽ കാണുന്നു. അതുപോലെ ഇവിടെ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈറ്റായിട്ട് ഉപയോഗിക്കണേ, കോഡ ലൈൻസ് കണ്ടോ. അതുപോലെ ഇവിടെ വേറെ ഒന്നുണ്ടല്ലോ, ഓഹായാമി. ഇതൊക്കെ ബസ്സൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളൊക്കെയാണ്. നമ്മൾ നാളെ ഈ കോഡ ലൈൻ ബുക്ക് ചെയ്തിട്ടാണ് ബുസ്കലൻ ഭാഗത്തോട്ട് പോകണം കേട്ടോ, ബസ് കയറിയിട്ട്. നമ്മൾ വന്നിരിക്കുന്ന ഹോസ്റ്റലിൻ്റെ പേരാണ് ചീസ് ഹോസ്റ്റൽ. ഞാൻ താമസിക്കുന്ന വേറൊരു ഹോസ്റ്റലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ട, സിമ്മൊക്കെ എടുക്കാൻ പറ്റും, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവിടെ ടാക്സിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ലേ, ഗ്രാബ്, ജോയ് റൈഡൊക്കെ ഉണ്ടല്ലേ. മൂവിറ്റാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചത്. ഇൻഡ്രൈവ് ഉണ്ട് കണ്ടോ. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സിമ്മിൻ്റെ കേസ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന എയർപോർട്ടിൽ നിന്ന് എടുത്തത് സ്മാർട്ടാണ്. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഈ ചേട്ടൻ ഇവിടുത്തെ മെയിൻ ആളാണ്. നാളെ പുള്ളിയുടെ ഒപ്പം നമ്മൾ ചെറിയൊരു വാക്കിംഗ് ടൂറൊക്കെ പോകുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞത് മറ്റ് ഐലൻഡിലൊക്കെ പോകുമ്പോൾ സ്മാർട്ടാണ് നല്ലത്, ഗ്ലോബിനേക്കാളും നല്ലത് സ്മാർട്ടാണെന്നാണ് പറയുന്നത്. ഗ്ലോബാണ് പിന്നെ വേറെ ഒരെണ്ണം ഉള്ളത് കേട്ടോ. ഗ്ലോബിനേക്കാളും നല്ല സ്മാർട്ടെന്നാണ് പുള്ളി പറയുന്നത്. യെസ്, അപ്പോൾ അതാണ് ഇവിടുത്തെ സിമ്മിൻ്റെയും പിന്നെ ടാക്സിയുടെയും കാര്യങ്ങൾ. ഈ ചീസ് ഹോസ്റ്റലിൻ്റെ റിസപ്ഷനാണ്. ഇവിടെ എടുത്താൽ മതിയായിരുന്നു. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. നാളെ നമ്മൾ പോകുന്നത് ഈ പരിപാടിക്കാണ്, ഹിസ്റ്റോറിക്കൽ ഓൾഡ് മനില വാക്കിംഗ് ടൂർ. 700 പെസോ കൊടുക്കണം. നമ്മുടെ നാട്ടിലൊരു 1000 രൂപ അടുത്ത് വരും. യെസ്, ഒരു 3-4 മണിക്കൂറിൻ്റെ ട്രിപ്പാണ്. അത് എന്തായാലും നല്ല പരിപാടിയാണ്. ഈ ചേട്ടൻ കൂടെ വരും. അവിടെ ഒരു ചേട്ടൻ ഇപ്പോഴുണ്ട്, ഈ പുള്ളി കൂടെ വരും. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഓൾഡ് മനിലയുടെ കാഴ്ചകളൊക്കെ കാണിച്ചാലും പുള്ളി കൂടെ വന്നിട്ട്. എന്തായാലും നാളെ നമുക്ക് നോക്കാം. അടുത്ത എപ്പിസോഡ് അതായിരിക്കും കേട്ടോ. ഈ ഹോസ്റ്റലിൻ്റെ ഈ ഭാഗത്ത് ബാറും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട് കാണുന്നത് ഉണ്ടോ. ഇവിടെ വന്നപ്പോൾ നല്ല ഹെവി മഴയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകായിരുന്നു. ഈ ഒരു ഹോസ്റ്റലിലുള്ള റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കി വേറൊരാൾ വന്നേക്കണം, ചാടി കയറി വന്നേക്കണം. അപ്പോൾ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഐറ്റം. ഇത് ചിക്കനുണ്ട്, പിന്നെ എന്തോ ഒരു അച്ചാർ പോലൊരു സാധനം, പിന്നെ ഇതിൻ്റെ മുകളിൽ മുട്ട ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ റൈസാണ് കണ്ടോ, റൈസ് വിത്ത് ചിക്കൻ. ഒരു ഫിലിപ്പിനോ ഡിഷാണ്. ഇതിന് റേറ്റ് ആയത് 220 പെസോ. പിന്നെ ഒരു ബ്ലാക്ക് ടീയും കൂടി ഞാൻ പറഞ്ഞേ കണ്ടോ. ഇതാണ് ഇന്നത്തെ ഒരു ഡിന്നർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ മൂവിറ്റ് ആപ്പ് വഴി തന്നെ നമ്മുടെ ഹോസ്റ്റലിലോട്ട് പോവാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ 60 പെസോ ആയിട്ടോ, ഒരു 2.5 കിലോമീറ്റർ, 14 മിനിറ്റ് എടുത്തു. മാഡ് മങ്കി മനില, അതാണ് നമ്മളുടെ ലൊക്കേഷൻ. എൻ്റെ പുറകിൽ ഇവിടെ കണ്ട, ഇവിടെ റോഡ് അടയ്ക്കാനുള്ള ഗേറ്റൊക്കെ ഉണ്ട്. അത് കൊള്ളാം. ഇവിടെ ഹെൽമെറ്റ് നിർബന്ധമാണ്. അതുപോലെ ഹെൽമെറ്റ് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു സാധനം തരും തലയിലിടാനായിട്ട്. ഇത് കണ്ട്, ഇവിടെ 7-Eleven ഉണ്ട് കേട്ടോ, നമ്മുടെ തായ്ലൻഡിലൊക്കെ ഉള്ള പോലത്തെ കടകൾ. പിന്നെ ഇതാണ് ട്രൈസിക്കിൾ എന്ന് പറയുന്ന വണ്ടി. പിന്നെ നമ്മുടെ മുമ്പിൽ പോകുന്ന ഒരു വണ്ടിയാണ് സിൽവർ കളറുള്ളത്. അതിനെ ജീപ്പിനി എന്നാണ് പറയുന്നത്.
ഇവിടുത്തെ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷനാണ്. നമ്മുടെ ജീപ്പില്ലേ, നമ്മുടെ ലോക്കലിൽ നമ്മുടെ ഇടുക്കി ഭാഗത്തൊക്കെ ഓടുന്ന ജീപ്പ്, അതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഡഡ് വെർഷനാണെന്ന് തോന്നുന്നത്. ഏകദേശം അതേപോലത്തെ രൂപമാണ്. പക്ഷേ പുറകിലോട്ട് കുറേ നീളമുണ്ട്. എന്തായാലും ഇതിലൊന്ന് യാത്ര ചെയ്യണം. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എന്തായാലും നോക്കാം, ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ ബുസ്കലം ഭാഗത്തൊക്കെ പോകുമ്പോൾ ഇത്തരം വണ്ടികളൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ യാത്ര ചെയ്യുന്നത്. ഇത് ഈ ഫിലിപ്പീൻസിലെ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷനാണ്. എന്തായാലും അടിപൊളി വണ്ടിയാണ്. ഇപ്പോൾ സമയം രാത്രി 8 മണിയായിട്ടാ. പക്ഷേ റോഡൊക്കെ കണ്ട ഒരു രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. പക്ഷേ ഇവിടെ ഒട്ടും തിരക്കില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. വഴിയൊക്കെ വിജനമായിട്ട് കിടക്കുന്ന സമയം. ഇപ്പോൾ 8 മണി ആയിട്ട് പോലും ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടി മെയിൻ സ്ഥലത്തോട്ട് പോകുമ്പോൾ ഇത്രയും കൂടി വണ്ടിയുണ്ട്, അത്രേ ഉള്ളൂ വ്യത്യാസം. വേറൊരു കാര്യമുള്ളത്, ഫിലിപ്പീൻസ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് കേട്ടോ. എന്തായാലും അടുത്ത ദിവസങ്ങൾ നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, അപ്പോൾ കാണാം ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇതേ നമ്മുടെ ഹോസ്റ്റലിലോട്ട് എത്തി. ഈ ഹോസ്റ്റലിലോട്ട് കിടക്കണ അവിടെയും വഴിയിൽ ഗേറ്റൊക്കെ ഉണ്ട് കണ്ട. അപ്പോൾ അതേ ആ കാണുന്നതാണ് നമ്മളുടെ ഹോസ്റ്റല്, മാഡ് മങ്കി എന്ന് പറയും. എന്തായാലും ഇതും നല്ല ഹോസ്റ്റൽ തന്നെയാണ്. എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്, മറ്റേതും കൊള്ളാം. ഇതേ നമ്മളെ ഹോസ്റ്റലിൽ വെച്ചിരിക്കുന്ന ഒരു മാപ്പാണ്. ഇത് മനില സിറ്റി എയർപോർട്ട് ഈ ഭാഗത്താണ്. മക്കത്തായി എന്ന് പറയുന്ന, മക്കത്തി എന്നാണല്ലോ പറയണം. ഓക്കെ, അവിടെയാണ് നമ്മുടെ ഈ ഹോസ്റ്റലുള്ളത്. അവിടെയാണ് നമ്മൾ സ്റ്റേ അടിക്കണേ. ഇനി നമ്മൾ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നാളെ കണ്ടിട്ട് നാളെ നമ്മളിത് കണ്ട മൗണ്ടെയിൻ പ്രൊവിൻസിലോട്ട് പോകും. ബുസ്കലൻ, അതുപോലെ സഗാഡ, അതെ ഡിസ്കവർ സഗാഡ, ആ ഏരിയയിലോട്ട് പോകും, നോർത്ത് സൈഡ്. യെസ്, അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സെബു ഒക്കെ വേറെ ഐലൻഡാണ്, ഇതൊക്കെ വേറെ ഐലൻഡുകളാണ്, സെബുവും സംഭവങ്ങളൊക്കെ. യെസ്, അതുപോലെ ഇവിടെ വാക്കിംഗ് ടൂർ ഫ്രീ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഫ്രീ വാക്കിംഗ് ടൂറാണ്. പക്ഷേ അത് 4 മണിക്കുള്ള, എല്ലാ ദിവസവും 4 മണിക്കാണ്. നമ്മൾ നാളെ ഈ സഗാഡയിലോട്ട് പോകണോണ്ട് നമുക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മറ്റേ ഹോസ്റ്റലിൽ പോയിട്ട് നൈസായിട്ട് എടുത്തത്. യെസ്, അതുപോലെ ഇവിടെ DJ ഉണ്ട്, പിന്നെ സ്കൈ ബാറും റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ നൈസായിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ മനിലയുടെ കുറേ കാഴ്ചകളും സ്ട്രീറ്റിലെ കാഴ്ചകളും ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളും ഒക്കെ പോയി കാണാം. എന്നിട്ട് നാളെ വൈകിട്ട് നമ്മൾ ഈ പറയുന്ന ബുസ്കലനിലോട്ട് ബസ് കയറി പോകും. വൈകിട്ടല്ല, രാത്രി 9 മണിക്ക്. അപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ. മനില കൊള്ളാം. ഭയങ്കര സൗണ്ടാണല്ലോ ഇവിടെ. സ്കൈ ബാറാണ് മുകളിൽ, സ്കൈ ബാറും കിച്ചനും. അപ്പോൾ നമ്മളതിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പോൾ രാത്രി 12 മണിക്ക് 1 മണിക്ക് വരെ ഭയങ്കര ബഹളമോ, ഈ കസേര അനക്കുന്നതും ഒക്കെ വരും. ഇതാണ് എൻ്റെ റൂം. യെസ്, അപ്പോൾ റൂം കാണിച്ചു തരേണ്ട കാര്യമുണ്ടോ? എല്ലാ ഹോസ്റ്റലും പോലെ ആൾക്കാരുണ്ടാവും, അതാണ് ഞാൻ കാണിക്കാത്തത്. നോക്കട്ടെ, ഇതാണ് എൻ്റെ ഹോസ്റ്റൽ റൂം. ഈ കാണുന്ന ലോക്കാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ ഓരോ നമ്പർ ഇട്ട് ലോക്കർ തരും. നമ്മുടെ സാധനങ്ങൾ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ. ഞാൻ ഇതുപോലത്തെ നമ്പർ ലോക്ക് എപ്പോഴും കൊണ്ടുനടക്കും. ഇതാണ് എൻ്റെ ലാപ്ടോപ്പും പാസ്പോർട്ട് അടക്കം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനത്തെ നമ്പർ ലോക്ക് ഇട്ടിട്ട് അത് ലോക്ക് ചെയ്ത് വെക്കും. അതാണ് നമ്മൾ പൊതുവെ ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. മാഡ് മങ്കി ഹോസ്റ്റലിലെ ബാത്റൂമാണ്. ചൂടുവെള്ളം അടക്കമുണ്ട്. പിന്നെ ഇത് 6 ബെഡിൻ്റെ ഉണ്ടോ, AC ആണ്. പിന്നെ 8 ബെഡിൻ്റെയും 12 ബെഡിൻ്റെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് 6 അല്ല ഞാൻ ആദ്യം എടുത്തത്, 8ൻ്റെയാണ് എടുത്തത്. അവിടെ ഫുള്ളായി പോകൊണ്ട് എനിക്ക് 6ലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് തന്നാണ്. ഇതാണ് എൻ്റെ ബെഡ്. വേണ്ട, ലൈറ്റ് ഉണ്ട്, ചാർജിങ് പോർട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രൈവസി ഉണ്ട്, ഇങ്ങനത്തെ ഒരു സാധനം വെച്ച് കവർ ചെയ്യാൻ പറ്റും. എൻ്റെ ഡ്രസ്സിൻ്റെ ബാഗ് ഇവിടെ ഇരിക്കുന്നു. ലോക്കറിൽ മറ്റേ സാധനങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. വേണ്ട, ഒരു ബെഡ്. ഇവിടെ 700 രൂപ, 750 രൂപയുടെ അടുത്ത് വരും റേറ്റ്. മറ്റേ ഹോസ്റ്റലിൽ 500 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്ലഗ് പോയിൻ്റ് ഇതേ ഈ കാണുന്നതാണ്. ഇതിനകത്ത് നമ്മുടെ ഇന്ത്യൻ ചാർജറൊക്കെ കുത്താൻ പറ്റുന്നുണ്ട്. ഇത് കൂടാണ്ട് വേറെ ഒരെണ്ണം കൂടിയുണ്ട്, ഈ കാണുന്നത് കണ്ടോ. ഇത് ഓസ്ട്രേലിയൻ ഭാഗത്തുള്ള പ്ലഗ് പോയിൻ്റാണ്. അപ്പോൾ ഈ 2 പോയിൻ്റുകൾ ഇവിടെ ഉണ്ട്. യെസ്, അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഇന്നിപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഫസ്റ്റ് ഡേ ഫുള്ള് റെസ്റ്റ്. ഇനി നാളെ തൊട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങാം ഫിലിപ്പീൻസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.